കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് മഞ്ചേരിയിൽ ഭർതൃവീട്ടിൽ ഒരു യുവതി ആത്മഹത്യ ചെയ്ത ഒരു സാഹചര്യം നമ്മുടെ മുൻപിലുണ്ട്. ഏതായാലും ആ കേസുമായി ബന്ധപ്പെട്ട് വിഷ്ണുജി എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്. ആ കേസുമായി ബന്ധപ്പെട്ട് ഭർത്താവ് പ്രബിനെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. അയാളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ആത്മഹത്യാ പ്രേരണ, സ്ത്രീപീഡനം എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് കഴിഞ്ഞ ദിവസം ഇയാളെ അറസ്റ്റ് ചെയ്തത്. സ്വാലിഹാണ് മലപ്പുറത്ത് നിന്ന് നമ്മളോടൊപ്പം വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നു. നോക്കാം പോലീസിന്റെ നീക്കം ഈ കേസുമായി ബന്ധപ്പെട്ട എങ്ങനെയാണെന്ന്. ഏതായാലും ഇത് നമ്മളെ നൊമ്പരപ്പെടുത്തിയ, സങ്കടപ്പെടുത്തിയ ഒരു വാർത്ത തന്നെയായിരുന്നു. സ്വാലി, ഇന്നലെ കേട്ട ഈ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട ആത്മഹത്യ, അതല്ലെങ്കിൽ നിറത്തിന്റെ പേരിലൊക്കെ ആ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്ന ദുഃഖ സംഭവങ്ങൾ, അതിന്റെ പേരിലുണ്ടായ ആത്മഹത്യ നമ്മളെ ഏറെ സങ്കടപ്പെടുത്തുന്നുണ്ട്. പോലീസ് സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ നമ്മൾ വളരെ വേഗത്തിൽ കണ്ടതാണ്. അയാളെ അറസ്റ്റ് ചെയ്യുന്നു. ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മനു, ഇന്ന് 11 മണിയോടെ പ്രഭിനെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കും. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിലാണ് കൊണ്ടുവരുന്നത്. ഇന്നലെ ഉച്ചയോടെയാണ്, ഏതാണ്ട് 4 മണിക്കൂറോളം ചോദ്യം ചെയ്തതിനു ശേഷമാണ് പ്രഭിൻ്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തുന്നത്. വലിയ പീഡനത്തിന് ഈ കുട്ടിയുടെ കുടുംബം ആരോപിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഏതാണ്ട് ശരിയാണ് എന്ന് പോലീസിന് ബോധ്യമായിട്ടുണ്ട്. ഇക്കാര്യങ്ങളിൽ നിന്ന് ഒരു വ്യക്തത ഈ പ്രതിയിൽ നിന്ന് തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതേ തുടർന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ പ്രഭിൻ്റെ കുടുംബത്തിൻ്റെ പിന്തുണയും ഇതിന് ഉണ്ടായിരുന്നുവെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഇത് സംബന്ധിച്ച അന്വേഷണങ്ങളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മരിച്ച വിഷ്ണുജയുടെ സുഹൃത്തുക്കളിൽ നിന്നും പോലീസ് വിശദമായ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സുഹൃത്തുക്കളോടാണ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ പങ്കുവച്ചിരുന്നത്. വാട്സാപ്പിൽ പോലും പറയാൻ സാധിക്കുമായിരുന്നില്ല. വാട്സാപ്പിൽ ഈ മെസ്സേജ് അയക്കുന്നതെല്ലാം പ്രഭിന് പോലും കാണാൻ കഴിയുന്ന തരത്തിൽ അത് സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ടെലഗ്രാമിലൊക്കെയാണ് ഇത്തരത്തിലുള്ള ഈ പീഡനവുമെല്ലാം, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഈ വിഷ്ണുജ സുഹൃത്തുക്കളോട് പോലും പങ്കുവച്ചിരുന്നത്. സുഹൃത്തുക്കളാണ് ഇത് അച്ഛനോട് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ വിശദമായ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതനുസരിച്ച് വളരെ വേഗത്തിലുള്ള നടപടികളിലേക്കാണ് പോലീസ് കടക്കുന്നത്. വളരെ ദാരുണമായ സംഭവങ്ങൾ. ഈ കുട്ടിക്ക് തടി കുറവാണ് എന്ന് പറഞ്ഞ് നിരന്തരം അധിക്ഷേപിക്കുന്നു, സ്കൂട്ടറിൽ കയറ്റാതിരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റു പല തരത്തിലുള്ള പീഡനങ്ങൾ ഉണ്ടാവുന്നു. ഇതെല്ലാം, ഈ ഒരു സാഹചര്യങ്ങളെല്ലാം തന്നെ പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. മനു, ശരി, ഏതായാലും അത് വളരെ ഗൗരവത്തോടെ പരിശോധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള മനസ്സുള്ള മനുഷ്യർ ജീവിക്കുന്നുണ്ടെങ്കിൽ, അത് അവരെ അതുപോലുള്ള ചിന്തകൾ ഉണ്ടെങ്കിൽ അത് വച്ചു പൊറിപ്പിക്കാൻ നമുക്ക് കഴിയില്ല. തിരുത്തേണ്ട കാലം അതിക്രമിച്ചു പോയിരിക്കുകയാണ്. അതിന് ഇതുപോലെ ചെയ്യുന്നവരെ ഏറ്റവും ശക്തമായ ശിക്ഷ ഉറപ്പുവരുത്തണം. ആ പേടി ഇനി ഏതെങ്കിലും ഒരാളുടെ മനസ്സിൽ സ്ത്രീധന ചിന്തയോ ഇത്തരത്തിൽ സൗന്ദര്യത്തെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ ഉണ്ടെങ്കിൽ അവൻ്റെയൊക്കെ മനസ്സിലേക്ക് ഈ ശിക്ഷ വരണമെന്നതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ നമുക്ക് ദുഃഖകരമായൊരു വാർത്ത തന്നെയാണ് ആ കുട്ടിയുടെ മരണം നമ്മളെ സംബന്ധിച്ച് നൽകിയിരിക്കുന്നത്. കാരണം എത്രയോ സ്വപ്നങ്ങളോടെയാണ് വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ആ വിവാഹം കടന്ന് 1 വർഷം കഴിയുന്നതിന് മുൻപ് തന്നെ മരിക്കേണ്ടി വരിക, സ്വയം മരണം തിരഞ്ഞെടുക്കേണ്ടി വരിക എന്ന് പറയുമ്പോൾ എത്രമാത്രം അനുഭവിച്ചിട്ടുണ്ടാകാം, എത്രമാത്രം വേദന തിന്നിട്ടുണ്ടാകാം. ആ കുട്ടി അനുഭവിച്ച വേദനകളൊക്കെ നമുക്ക് ഊഹിക്കാൻ പോലും കഴിവുണ്ടാവില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യം വരികയില്ലായിരുന്നല്ലോ. സ്വന്തം ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തപ്പോഴായിരിക്കാം ആ പെൺകുട്ടി മരണത്തിൻ്റെ വഴി തിരഞ്ഞെടുത്തത്. ഇനി ഒരാൾക്കും അതുപോലൊരു ദുരന്തം ഉണ്ടാകാതിരിക്കട്ടെ. അതുകൊണ്ട് ഇതിന് കാരണക്കാരായവർക്ക് ശക്തമായ ശിക്ഷ നൽകി നമുക്ക് നിയമത്തിൻ്റെ ഏറ്റവും നല്ലൊരു മാതൃക ഉണ്ടാക്കിയെടുക്കാം. നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്.